ഇ ഡി കൈക്കൂലി കേസിലെ ഒന്നാം പ്രതി ഇ ഡി ഉദ്യോഗസ്ഥനുമായ ശേഖർ കുമാറിന്റെ ജാമ്യ ഹർജിയെ എതിർക്കാൻ വിജിലൻസ്. ഇടനിലക്കാരും ഇ ഡി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. പ്രതികളുടെ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും കോടതിയിൽ തെളിവാകും. അന്വേഷണത്തിന് സമയമെടുക്കുമെന്നും കൃത്യമായ തുടർ നടപടി ഉണ്ടാകുമെന്ന് വിജിലൻസ് മധ്യമേഖല SP S ശശിധരൻ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ എതിർക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടില്ലല്ലോ. ഞങ്ങളുടെ സൈബർ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമയമെടുക്കുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ 4-5 ഫോണുകളുടെ സൈബർ അനാലിസിസ് മറ്റു കാര്യങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഞങ്ങളതിൻ്റെ പ്രോസസ്സിലാണ്. ഞങ്ങളത് ചെയ്യട്ടെ. പരിചയമില്ല എന്നാണ് ശേഖർ ഈ ജാമ്യ ഹർജിയിൽ പറയുന്നത്. പക്ഷേ രഞ്ജിത്തുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നല്ലോ. അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായതുകൊണ്ട് ഒന്ന് അങ്ങനെ പറയേണ്ടി വരും. ഇല്ല, ഞങ്ങൾ അങ്ങനെ ട്രേസ് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, ഞങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഫൈൻഡിങ് അനുസരിച്ചിരിക്കും നമ്മുടെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതൊരു ഏത് സമയം എങ്ങനെയും നമുക്ക് പറയാൻ കഴിയില്ല. ഒരിക്കലുമില്ല. നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടുന്നുണ്ടല്ലോ. മാത്രമല്ല ഞങ്ങളുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സൈബർ അനാലിസിസ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടെല്ലാം കിട്ടാൻ അല്പം സമയമെടുക്കും. ഡാനി പോൾ വിവരങ്ങളുമായി ചേർന്നു. ഡാനി, രാഷ്ട്രീയപരമായിട്ട് കൂടി വിജിലൻസിന്റെ ഓരോ നീക്കവും അത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം അത് ഒരു വശത്ത് നിൽക്കുന്നുമുണ്ട്. പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിൽ സമയമെടുക്കുമെന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് ഏത് തരത്തിൽ ജാമ്യ ഹർജിയെ എതിർക്കാൻ കഴിയുമെന്നാണ് വിജിലൻസ് കണക്കുകൂട്ടുന്നത്? അപർണ, ഈ കേസിൽ ED ഉദ്യോഗസ്ഥനിലേക്ക്, കാരണം ഈ കേസ് ഇത്ര കണ്ട കോൺട്രവേഴ്സ്യൽ ആകുന്നത് തന്നെയും ED ഉദ്യോഗസ്ഥൻ പ്രതിയാകുന്നത് കൂടിയാണ്. അത് ഒന്നാം പ്രതിയാകുന്നു എന്നതാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ അത് മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷെ അതിന് കൃത്യമായ രീതിയിലുള്ള തെളിവുകളും കാര്യങ്ങളും വേണം. അറസ്റ്റിലേക്കോ മറ്റോ ഒന്നും തന്നെ ഇതുവരെ കടന്നിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഈ ശേഖർ കുമാർ എന്ന് പറയുന്ന ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട 3 പ്രതികൾക്കും വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. 2, 3, 4 പ്രതികൾ, ഇതിൻ്റെ ഇടനിലക്കാർ, അവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തപ്പോൾ അത്യന്തം ഒരു പ്രതിസന്ധിയാണ്, ഗുരുതരമായ പ്രതിസന്ധിയാണ് വിജിലൻസ് നോക്കുന്നത്. കാരണം ഇവർക്ക് അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നു, ഒന്നാം പ്രതിയാക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ മൊഴികൾ മാത്രമാണ് എന്ന രീതിയിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ തെളിവുകളടക്കം കോടതിയിലേക്ക് കൂടി എത്തിക്കണം. കാരണം അദ്ദേഹം പറയുന്നത് കോടതിയിൽ ഈ ജാമ്യ ഹർജിയെ എതിർക്കുമെന്നാണ്. അതിന് കൃത്യമായ തെളിവുകളടക്കം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഒരു പ്രതീക്ഷയുള്ളത് ഈ ഇടനിലക്കാരുടെ മൊബൈൽ ഫോണുകളടക്കം അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഓഫീസുകൾ പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്ന് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും മറ്റും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോറൻസിക് പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ്. അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായൊരു വശമെന്ന് പറയുന്നത്. ഇവരുടെ മൊബൈൽ ഫോൺ ചാറ്റുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെയും അതിൻ്റെ വോയിസ് മെസ്സേജുകൾ അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഒരു ആധികാരികതയെ മുൻനിർത്തിക്കൊണ്ട് തെളിവിലേക്ക് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് വിജിലൻസ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ടെലിഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അത് കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളിലൂടെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴുള്ള 3 പേർ ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടുള്ള 2-3 പ്രതികളായ വിൽസൺ, മുകേഷ്, അതോടൊപ്പം തന്നെ രഞ്ജിത്ത് വാര്യർ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇവരെല്ലാം നിലവിൽ വിജിലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിന് ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായിട്ട് ഹാജരാകുന്നുണ്ട്. എങ്കിൽ കൂടിയും അതിൻ്റെ വിശദാംശങ്ങൾക്കപ്പുറം തെളിവുകൾ തന്നെയാണ് കോടതിയിലേക്ക് എത്തേണ്ടത്. അത് മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് വിജിലൻസ് അത് സമർപ്പിക്കുമെന്നാണ് ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരക്കിട്ട ഒരു നടപടികളിലേക്കും തങ്ങളില്ല എന്ന സൂചന തന്നെയാണ് വിജിലൻസ് നൽകുന്നത്. അതായത് തെളിവുകളുടെ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റിലേക്ക് അടക്കം പോവുള്ളൂ. ഇപ്പോൾ വന്നിരിക്കുന്നത് മൊഴികളെ അടിസ്ഥാനമാക്കിയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്ന് തന്നെ അവർ തന്നെ സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി തെളിവ് ശേഖരണത്തിന് വേണ്ടിയുള്ള ഊർജിത ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം ഇവർ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്ന ഈ തുകയെല്ലാം നിക്ഷേപിക്കാൻ പറഞ്ഞിരുന്ന മഹാരാഷ്ട്രയിലെ കമ്പനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളും വിജിലൻസ് ശേഖരിക്കുന്നുണ്ട്. ക്ഷമിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിലേക്ക്
എത്തിക്കാനായിട്ട് കഴിയും. അതിലൂടെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് വിജിലൻസ് കരുതുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി എന്തായാലും അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് രാഷ്ട്രീയപരമായിട്ട് കൂടി വളരെ പ്രാധാന്യം അർഹിക്കുന്നത് ഈ വിഷയത്തിനകത്ത് കൂടുതൽ ശക്തമായിട്ടുള്ള തെളിവുകൾ കൂടി മുന്നോട്ട് വരും എന്ന് കൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത്. ഡാനി പോൾ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ